ഞാനിന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരിക്കാം, ചിലപ്പോൾ കഴിയാതെയും ഇരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എൻ്റെ ആഗ്രഹമല്ല നിങ്ങൾ നന്നാവണമെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമല്ല. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത്രയും കാലം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഒന്നും ദൈവികതയിൽ എത്തിച്ചേരാനുള്ളതായിരുന്നില്ല. നിങ്ങളെ പഠിപ്പിച്ച ആ രീതിയിലുള്ള പ്രാർത്ഥിക്കുന്ന ആ പ്രവൃത്തി തന്നെ നിങ്ങളെ ശക്തിയില്ലാത്തവരായി യാചനയുടെയും അപേക്ഷയുടെയും ആശ്രിതത്വത്തിന്റെയും ഒരു ചക്രത്തിൽ കുടുങ്ങിയിടാൻ രൂപകൽപ്പന ചെയ്തതാണ്. ഞാന് ഇത് പറയുമ്പോൾ എന്നോട് ഇത് പറയല്ലേ എന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ ആവശ്യപ്പെട്ടു. ഇത് നിങ്ങൾക്ക് തരാറായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. ഒരാളുടെ രണ്ടുപേരുടെ അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതിന്റെ സൂചനകളെങ്കിലും നൽകാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ പഠിച്ചിരിക്കുന്ന എല്ലാ രീതിയും നിങ്ങളുടെ യഥാർത്ഥ സാറ്റലൈറ്റ് ആയിട്ട് കണക്ഷൻ വരാതെ വേറൊരു സ്ഥലത്തേട്ട് പോകുന്ന രീതിയാണ്. ഒരു അക്രമിയായ, ഒരു അസൂയക്കാരനായ ഒരു ദൈവത്തിലേട്ട് പോകുന്ന രീതിയിലേട്ടാണ് നിങ്ങളെ ട്യൂൺ ചെയ്തു വച്ചിരിക്കുന്നത്. നിങ്ങളെ പീഡിപ്പിക്കുന്ന, നിങ്ങളെ ശിക്ഷിക്കുന്ന, അങ്ങനെ ആ ഭയം നിങ്ങളിലേക്ക് ഇട്ട് തരുമ്പോൾ മാത്രമേ നിങ്ങൾ യാചന, എനിക്കത് തരണേ, എനിക്കത് തരണേ, യാചന, അപേക്ഷ, ആശ്രിതത്വം, പൂർണ്ണ സമർപ്പിതർ പ്രാർത്ഥിക്കേണ്ട ആവശ്യമേയില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു. അതിന് വെയിറ്റ് ചെയ്യൂ ഷറഫുദ്ദീൻ. അത് പറയേണ്ടവരോട് ഞാൻ പറയാം, അല്ലെങ്കിൽ പറയേണ്ട രീതിയിൽ പറയാം. ഏകദേശം 5000 വർഷമായി മറച്ചു വച്ചിരുന്ന ഒരറിവ്, അത് എൻ്റെ അഭിപ്രായമായി ഞാൻ പറയുകയാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. ശ്രീകൃഷ്ണനോ, ശ്രീരാമനോ, ശ്രീ യേശുവോ, മോശയോ, മുഹമ്മദ് നബിയോ ആരും നിങ്ങൾക്കറിയാവുന്ന ഈ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഞാനത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നിങ്ങളുടെയും അഭിപ്രായമാണ്. ഞാൻ ഈ പറയുന്നത് പുതുതായി പറയുന്നതല്ല, നിങ്ങൾ ചിന്തിച്ചു വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിന് ഒരു ഒരു ജസ്റ്റ് എ മെസ്സേജ്, വളരെ ശക്തമായ ഒരു രീതിയാണ് ഇവർ നിങ്ങളെ പഠിപ്പിച്ചിട്ട് പോയത്. അത് ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ശ്രീ ശങ്കരനായാലും ശ്രീ യേശു ആണെങ്കിലും ശ്രീ മോശയാണെങ്കിലും ശ്രീ മുഹമ്മദ് നബി ആണെങ്കിലും പഠിപ്പിച്ചു പോയത് വേറൊന്നാണ്. വളരെ ശക്തമായതും പവർഫുൾ ആയതും നിങ്ങൾ ആരോടും യാചിക്കേണ്ടതില്ലാത്തതായ ഒരു രീതിയാണ് പഠിപ്പിച്ചു പോയത്. അവരെല്ലാം പറഞ്ഞത് നിങ്ങൾ സത്യമാകുന്നു എന്നാണ്. നിങ്ങൾ സത്യമാകുന്നു, നിങ്ങളാകുന്നു സത്യം.
അത് നിങ്ങളുടെ ആത്മാവിൽ പ്രതിധ്വനിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് സത്യമെന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു തരിയെങ്കിലും, ഞാൻ പറയുന്ന കാര്യം ദൈവീകതയുമായി ബന്ധപ്പെടുന്ന നിങ്ങളുടെ രീതിയെ സകലതും മാറ്റിമറിക്കുന്ന രീതിയാണ്. ദൈവീകതയുമായി ബന്ധപ്പെടുന്ന നിങ്ങളുടെ എല്ലാ രീതികളെയും പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ഒരു രീതിയാണിത്. നൂറ്റാണ്ടുകളായി തലകുനിക്കാനും കണ്ണടയ്ക്കാനും കുനിഞ്ഞു നിൽക്കാനും നിലത്ത് കിടക്കാനും നിലത്ത് കിടന്ന് ചുറ്റും ഉരുളാനും മുട്ടുകുത്താനും മുട്ടുകുത്തി കൈകൾ മുകളിലേട്ട് ഉയർത്താനും, അങ്ങനെ മേഘങ്ങൾക്കപ്പുറം ആകാശങ്ങൾക്കപ്പുറം എവിടെയോ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന വിദൂരനായ വിദൂരനായ ഒരുവനിലേക്ക്, അല്ലെങ്കിൽ ഒരു ദൈവത്തിലേക്ക് നയിക്കാനും ചോദിക്കാനും യാചിക്കാനും കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന പ്രപഞ്ച സത്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. ആ കണ്ടീഷൻ ചെയ്യപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ബാഹ്യശക്തികളുമായിട്ടാണ്. അവർ വളരെ വ്യക്തമായി അത് നിങ്ങളുടെ ധർമ്മങ്ങളിലും കർമ്മങ്ങളിലും അത് വളരെ തന്ത്രപരമായി അവര് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. ദൂരെയുള്ള ഒരു ദൈവത്തോട് യാചിക്കാനും ചോദിക്കാനും കരയാനും കരഞ്ഞ് കണ്ണീരിലാകാനും, എന്നിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ വിഷമിക്കാനും, അവസാനം ആ ദൈവത്തെ തന്നെ ശപിക്കാനും, അല്ലെങ്കിൽ ദൈവമുണ്ടോ എന്ന് ചോദിക്കാനും വേണ്ടി ഒരു സിസ്റ്റം. മനുഷ്യരുടെ ആരാധന, ഭയം, കീഴ്പ്പെടൽ എന്നിവയെ ആഹാരമാക്കുന്ന ഒരു പരാത ജീവികൾ. ചില മരത്തിൽ പിടിച്ച് കിടക്കുന്ന ഒരു സാധനമില്ല, എന്താ അതിന്റെ പേര് പറയാ, ചില മരത്തേൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ മരത്തെ ആഹാരമാക്കുന്ന ഇത്തിക്കണ്ണി. ഇത്തിൽ ഇത്തിക്കണ്ണി. കണ്ണി. ഇത്തിൽ കണ്ണി. അവരുടെ ടൂൾസ് ആണ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഇത്തിൽ കണ്ണികളുടെ ടൂൾസ്. നിങ്ങളുടെ ആത്മീയമായ ഒരു ഊർജം നിങ്ങളിലുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു വലിയ ശക്തി. അതിനെ വിളവെടുക്കാൻ വേണ്ടിയിട്ട് അവർ സങ്കീർണമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. എന്തിനാണ് അവരിങ്ങനെ ചെയ്യണേ എന്നതിനുള്ള ഉത്തരമാണത്. നിങ്ങളുടെ ശക്തിയെ അവർ ഊറ്റിയെടുക്കുകയാണ്. അതൊരു കെണിയാണ്, സൂപ്പർ കെണി. ഇത്തിൽ കണ്ണി. നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഊർജത്തെ വിളവെടുക്കാൻ വേണ്ടി സങ്കീർണമായൊരു വ്യവസ്ഥിതി. അവിടെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്, ഇതൊരു പ്രാർത്ഥനയല്ല, ഇതൊരു പ്രയർ അല്ല, ഇതൊരു തിരിച്ചറിവാണ്, ഇതൊരു പ്രഖ്യാപനമാണ്. എന്താണോ യേശു തൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചത്, എന്താണോ ശ്രീകൃഷ്ണൻ അർജുനന് പഠിപ്പിച്ചത്, എന്താണോ മുഹമ്മദ് നബി അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചത്, അതൊരു തിരിച്ചറിവാണ്, അതൊരു പ്രഖ്യാപനമാണ്. പ്രാർത്ഥനയല്ല പഠിപ്പിച്ചത്. അത് ഏറ്റവും പുരാതനമായ സാങ്കേതിക വിദ്യയാണ്. ആരാണോ നിങ്ങൾ ഈ പറയുന്ന ആദിമ മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ, അത് ശിവശങ്കരനാണെങ്കിൽ അങ്ങനെ, ആദമാണെങ്കിൽ അങ്ങനെ, അവരുപയോഗിച്ച ടെക്നോളജിയാണ്, സാങ്കേതിക വിദ്യയാണ്. ആ ഇടയിലുള്ള സകല സംവിധാനങ്ങളെയും
സകലതിനെയും മറികടന്ന് ഉറവിടവുമായി സംവദിക്കുന്ന ഒരു മാർഗം. നോ മീഡിയേറ്റർ, നോ മീഡിയേഷൻ. നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടാക്കുന്ന ആ ശക്തികളെ, ആ സൂക്ഷ്മ ശക്തികളുടെ ഇടപെടലുകളെ പൂർണ്ണമായും മറികടന്ന് ഉറവിടവുമായി സംവദിക്കുന്ന ഒരു മാർഗം. ഈ ഒരു മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും അപേക്ഷിക്കുന്നില്ല, ഒന്നും യാചിക്കുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതിനെ ഓർക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ ഓർക്കുക മാത്രമാണ് ചെയ്യുന്നത്. താൽക്കാലികമായി ഈ സൂക്ഷ്മശക്തികളുടെ പ്രവർത്തനം കൊണ്ട് വേർപിരിയൽ അനുഭവിക്കുന്ന ദൈവികതയുടെ തന്നെ, സത്യത്തിന്റെ തന്നെ ഒരംശമായി നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. യു ആർ റിമെമ്പറിങ് യുവർ ട്രൂത്ത്സ്. ഇതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മശക്തികൾ ഇതിനെ വെറുക്കുന്നത്. ഇതുകൊണ്ടാണ് മുഖ്യധാരാ പഠിപ്പിക്കലുകൾ, മുഖ്യധാരാ ധർമ്മങ്ങൾ, മുഖ്യധാരാ അറിവുകൾ അതിൽ നിന്നും ഇതിനെ നീക്കം ചെയ്തത്. വളരെ തന്ത്രപരമായി, ചിട്ടയായി ഇതിനെ നീക്കം ചെയ്തത്. കാരണം നിങ്ങൾ സത്യം കണ്ടെത്തുമ്പോൾ നിങ്ങൾ അനിയന്ത്രിതനാകുന്നു. നിങ്ങൾ അനിയന്ത്രിതനാകുന്നു. നിങ്ങൾ പരമാധികാരിയാകുന്നു. സ്പിരിച്വലി സ്പിരിച്വലി നിങ്ങൾ ഓരോ വ്യക്തികളും പരമാധികാരികളായി മാറുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്തവരായി മാറും. നോ ബഡി കാൻ കൺട്രോൾ യു. പൂർണ്ണ സ്വാതന്ത്ര്യം. വിട്ടോ, ഇവിടെ നിന്നും വിട്ടോ. നീ അടിമയല്ല. നീ വീഴുന്നത് വേറെ ആളുടെ മുമ്പിലാണ്. അവര് തീർത്ത സിസ്റ്റത്തിന്റെ മുമ്പിലാണ്. അറിയുന്നവർ മാത്രം അറിഞ്ഞാൽ മതി. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു നിർബന്ധവുമില്ല. കോടാനുകോടി ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. ഇത് കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ അറിഞ്ഞാൽ മതി. യാഥാർത്ഥ്യത്തിന്റെ ഘടനയുമായി ബന്ധിപ്പിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിലൂടെയാണ് നമ്മളുടെ യാത്ര. അതുകൊണ്ട് തന്നെ ഇവിടെ നിർബന്ധമില്ല. നിങ്ങളുടെ ജന്മാവകാശം വീണ്ടെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് കേൾക്കാം. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് തിയററ്റിക്കലി, പ്രാക്ടിക്കലി ഞാൻ നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പൈസ തന്നാലും ശരി, തന്നില്ലെങ്കിൽ ശരി. സാമ്പത്തികം ഇതിലൊരു ഘടകമല്ല. ഞാൻ ഇത്രയും മാസങ്ങളായി രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 6:30-ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. അതിന് ഞാൻ 1 രൂപ പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതിഫലം മേടിച്ചിട്ടില്ല. സാമ്പത്തികം ഇതിനൊരു ഘടകമേ അല്ല. മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. സാമ്പത്തികം ഇതിന്റെ ഡെവലപ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. അത് വേറെയാണ്. അത് ആത്മാർത്ഥതയുള്ളവർ അവിടെ അത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങൾ പൈസ ഒന്നും തരുവും വേണ്ട. അനാവശ്യമുള്ളവർ ചെലവാക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് കാര്യങ്ങൾ.
ജനങ്ങളുടെ കയ്യിൽ എത്തരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ശാക്തീകരിക്കുന്നതും സത്യസന്ധവുമായ അറിവുകൾ വളരെ തന്ത്രപരമായി ഇവര് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വായിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയരുത്, കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും അത് ഇന്നും നടക്കുന്നുണ്ട്. നിങ്ങൾ അത് കേൾക്കരുത്. ആ അറിവ് പിശാചിൽ നിന്നുള്ളതാണ്. എത്ര തന്ത്രപരമായിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആ സത്യം മനുഷ്യൻ അറിയരുത്. കാരണം ആ ഭയം, പിശാചിൽ നിന്നുള്ള അറിവ് എന്ന ഭയം, പിശാച് കൊടുക്കുന്ന ആപ്പിൾ എന്ന ഭയം. ഗ്രന്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ ധർമ്മങ്ങളിലുമുള്ള പല ഗ്രന്ഥങ്ങളും കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിയാൽ ഈ എല്ലാ ധർമ്മങ്ങളിലും ഇപ്പൊ സുവിശേഷങ്ങൾ, കാനോനിക്കൽ സുവിശേഷമായാലും അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് സത്യത്തിലുള്ള തോമസിന്റെ സുവിശേഷവും, ഏഹ്, ഫിലിപ്പിന്റെ ഫിലിപ്പോസിന്റെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ദൈവീകമായ ഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷെ ആ ഖുർആനെ വ്യാഖ്യാനിക്കുന്നത് മനുഷ്യരെഴുതിയ ചില കാര്യങ്ങൾ വച്ചുകൊണ്ടാണ്. അതിനെ എത്ര തന്ത്രപരമായിട്ടാണ് അതിനെയെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉൾക്കാമ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ. അപ്പോൾ ഇത് മനുഷ്യന്മാർ തന്നെ അല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിന് പിന്നിൽ വെറും മനുഷ്യന്മാർ മാത്രമല്ല. ഇത്ര സിസ്റ്റമാറ്റിക്കായി ആ സത്യത്തെ നിങ്ങളിൽ നിന്നും മൂടി വെക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെറും ഒരു മനുഷ്യന്റെ പ്രവൃത്തി അല്ല ഇത്. അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ, ഞാൻ ആദ്യം നിങ്ങളോട് പണ്ട് പറഞ്ഞിരുന്നു, ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു വിഭാഗം, അത് മനുഷ്യർ മാത്രമല്ല, അവർക്ക് കൂട്ടിനായി ഒരുപാട് ശക്തികളുമുണ്ട്. മനുഷ്യർ മാത്രമല്ല അത്. പൂർണ്ണമായും ഒന്നിനെയും തള്ളിപ്പറയുവാനോ ഒന്നിനെയും സത്യപ്പെടുത്താനോ ഞാനില്ല. പക്ഷേ ഒരാളുടെ, ഇപ്പൊ ഞാൻ ജീവിച്ചു, എൻ്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ ആരെങ്കിലും പറയുവാണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞത് ഇന്നതാണ്, എം പറഞ്ഞത് ഇന്നതാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ. നിങ്ങളും മരിച്ചുപോയി ഒരു 200 വർഷത്തിന് ശേഷം വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞാലോ, അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടാകും? 200 യൂട്യൂബില്ല, ആ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ യൂട്യൂബിലാണ് ഇത് പറയുന്നത്. പറഞ്ഞതൊന്നുമില്ല, ഒരു റെക്കോർഡ്സും ഇല്ല. 200 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ അതിൽ സത്യമുണ്ടാകാം. ക്യാമറയില്ല, യൂട്യൂബില്ല, റെക്കോർഡിങ്സ് ഇല്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ യഥാർത്ഥ ദൈവീകതയിൽ നിന്നും ഇത്ര ആഴത്തിൽ മനുഷ്യൻ വിച്ഛേദിക്കപ്പെട്ടതായി തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്ന ഒരു പ്രപഞ്ച ശാസ്ത്രമുണ്ടായിരുന്നു. ഹ്യൂമൻ സാങ്കേതിക വിദ്യ, മനുഷ്യന്റെ സാങ്കേതിക വിദ്യ, ആത്മശാസ്ത്രം. എന്തുകൊണ്ട് യഥാർത്ഥ ദൈവീകതയിൽ നിന്നും ഇത്ര ആഴത്തിൽ മനുഷ്യനെ വിഭജിച്ച് നിർത്തുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നു.
ആരാധന ആവശ്യപ്പെടുന്ന, ബലി ആവശ്യപ്പെടുന്ന, നിങ്ങളുടെ ത്യാഗവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ആവശ്യപ്പെടുന്ന, വിധിക്കുന്ന ഒരു ദൈവമല്ലാത്തൊരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന, ഞാൻ പറയുന്നതിനെ തന്നെ വളച്ചൊടിക്കുന്നുണ്ട് സത്യം. ഞാൻ പറയുന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഞാൻ പറയുന്ന ഒരു പോർഷൻ എടുത്തിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. ഞാൻ പറയുന്നതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അതിന്റെ ബോഡി വച്ചിട്ടുള്ള ഒരു വിശദീകരണം എടുത്തിട്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റി ഞാൻ മനസ്സുമായി ബന്ധപ്പെട്ടതും ആത്മാവുമായി ബന്ധപ്പെട്ടതും പറയാത്ത കാര്യം എടുത്ത് ശരീരവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത് മാത്രം എടുത്തിട്ട് വളച്ചൊടിക്കുന്ന ഇതുണ്ടായിട്ടുണ്ട്. അപ്പോ 200 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ടാവും? ആക്സിഡന്റ് ഡെത്തിൽ നിങ്ങൾ ആരെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് ഡെത്തിൽ നിങ്ങൾ പോകണം എന്നുള്ളത് ന്യായമാണ്. അതിനകത്ത് തടുക്കാൻ ആർക്കും പറ്റൂല. തടുക്കാൻ പറ്റുന്നത് ഒന്നിനു മാത്രമാണ്. നിങ്ങളെ വിധിക്കുന്ന, വടികൊണ്ടടിക്കുന്ന, ശിക്ഷിക്കുന്ന, ആരാധന, അടിമത്തം ആവശ്യപ്പെടുന്ന, ബലി ആവശ്യപ്പെടുന്ന ഒരു ദൈവമല്ല, ഒരു ഈശ്വരനല്ല, ഒരു അല്ലാഹു അല്ല. സത്യം എന്ന ആ ദൈവികത എന്ന് പറയുന്നത്, അല്ലാഹു അല്ലെങ്കിൽ ഈശ്വരൻ, ദൈവം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ദൈവമല്ല. അടിമത്തം ആവശ്യപ്പെടുന്ന ദൈവമല്ല. അത് നിലനിൽക്കുന്ന ശുദ്ധമായ അസ്തിത്വമാണ്. ശുദ്ധമായ അസ്തിത്വം, ദ്വൈതത്തിന് അതീതമായ അസ്തിത്വം. അതാണ് അദ്വൈതം. ദ്വൈതത്തിന് അതീതമായ അസ്തിത്വം. ദ്വൈതമില്ല അവിടെ. ദ്വൈതത്തിനും രൂപത്തിനും എല്ലാം അതീതമായ അസ്തിത്വം. ദൈവത്തിൽ നിന്നും ദിവ്യ സത്തകൾ ഉത്ഭവിച്ചു. ദിവ്യ സത്യകൾ. മോട്ടിവേഷൻ ഓൺലി സ്ട്രെങ്തനിങ് യുവർ മൈൻഡ്. എന്താണോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മാത്രമാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അത് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ ഉള്ളിൽ ഒരുപാട് നീറ്റലുകൾ ഉണ്ടാവും. കുടുംബത്തില് സമാധാനക്കേടുകൾ ഉണ്ടാകും. മക്കളില്, ഭാര്യയില് പ്രശ്നങ്ങളുണ്ടാകും. കാരണം അവരവിടെ സ്ട്രെങ്തൻ ചെയ്യുന്നത് മൈൻഡിനെയാണ്. ദൈവത്തിൽ നിന്നും ദൈവീകത ഉത്ഭവിച്ചതാണ്. സൂര്യനിൽ നിന്നും പ്രകാശം ഒഴുകി വരുന്നത് പോലെ വിവിധ വശങ്ങളുടെ പൂർണ്ണമായ ആവിഷ്കാരങ്ങളാണവ. പൂർണ്ണതയാണത്. അവിടെ എല്ലാ ആത്മാക്കളും പൂർണ്ണ ഐക്യത്തിലാണ് വസിച്ചിരുന്നത്. ഓട്ടോമാറ്റിക്കായി തന്നെ ഉണ്ടായ ഒരു ദുരന്തമുണ്ട്. അത് നമ്മളുടെ ആഗ്രഹമാണ്. ഓട്ടോമാറ്റിക്കായ ഉണ്ടായ ദുരന്തം, സൃഷ്ടിപ്പ് എന്ന ആഗ്രഹം. സൃഷ്ടിക്കണം. ദൈവം സൃഷ്ടിച്ചെങ്കിൽ ആ സൃഷ്ടിക്കണമെന്ന ആഗ്രഹം. ആ ആഗ്രഹം ചുമ്മാ ഉണ്ടായതല്ല, ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തുണ്ടായതാണ്. സൃഷ്ടിപ്പിന് ശേഷവും ഞാൻ സത്യത്തെ തിരിച്ചറിയും എന്ന കമ്മിറ്റ്മെന്റ്. പക്ഷെ ആ കമ്മിറ്റ്മെന്റ് നിങ്ങൾ മറന്നുപോയി. സൃഷ്ടിപ്പിന് ശേഷം നിങ്ങൾ ആഗ്രഹങ്ങളിലേക്ക് വീണു. എന്ന് ചോദിച്ചില്ലേ ചോദ്യം? ആ ചോദ്യത്തിൽ നിന്നാണ് ഇന്ന് എന്റെ സംസാരം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇത് മുഴുവൻ. അതല്ലേ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ എത്രയോ തവണ പറഞ്ഞു, നിങ്ങളെ വിധിക്കാത്ത നിങ്ങളുടെ ഒറിജിൻ, എല്ലാത്തിൻ്റെയും പൂർണ്ണതയായ ഒറിജിൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല നിങ്ങളിൽ നിന്ന്. നിങ്ങൾ ഉണ്ടാക്കിയ ആഗ്രഹം അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നിങ്ങൾ ഉണ്ടാക്കിയ ആഗ്രഹം, നിങ്ങൾ ഉണ്ടാക്കിയ, സ്വയം ഉണ്ടാക്കിയ ദുരന്തം, ജ്ഞാനം കിട്ടിയപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ദുരന്തം, സ്വയം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് എന്ന സത്യം.
നിങ്ങൾ മനസ്സിലാക്കണം. സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇണയില്ലാതെ സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം. ഉയർന്നു വന്നത് വികലവും അജ്ഞവുമായ ഒരു സത്യയാണ് ഉയർന്നു വന്നത്. അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. മുകളിലുള്ള യഥാർത്ഥ ദിവ്യമണ്ഡലത്തെ കുറിച്ചറിയാതെ കുരുടനായി ജനിച്ച സൃഷ്ടിപ്പ്, തനിക്ക് മുകളിലുള്ള യഥാർത്ഥ ദിവ്യമോദത്തെക്കുറിച്ചും ദിവ്യമണ്ഡലത്തെക്കുറിച്ചും അറിയാതെ കുരുടനായി ജനിച്ച ആ സൃഷ്ടിപ്പ്, അതാണ് നിങ്ങളുടെ ദൈവം. അവൻ പ്രഖ്യാപിച്ചു, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എല്ലാം എല്ലാവരും എന്നെ അനുസരിച്ചോളണം, എനിക്ക് കീഴ്വഴങ്ങിക്കൊള്ളണം, എന്നെ താഴെ അടി ആ വ്യാജ ദൈവവും അവന്റെ ഭൃത്യന്മാരും ചേർന്ന് ഒരു ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. മായ. ഒരു സമ്മാനമായിട്ടൊന്നും അല്ല അത് സൃഷ്ടിച്ചത്. ഒരു സമ്മാനമായിട്ടൊന്നും അല്ല നിങ്ങൾക്ക് സൃഷ്ടിച്ചത്. ഒരു കാരാഗ്രഹമായിട്ടാണ്. ഇറ്റ്സ് എ പ്രസൺ. ഒരു ചുരുളിയാണിത്. ഇറ്റ്സ് എ ലൂപ്പ്. ദൈവികാംശമുള്ള നിങ്ങളെ തന്ത്രപരമായി കുടുക്കിയിടാനുള്ള ഒരു ജയിൽ. ദൈവിക പ്രകാശത്തിന്റെ അംശങ്ങളെ, ആ പ്രകാശത്തെ, ആ പ്രകാശത്തെ കുടുക്കിയിടാനുള്ള ഒരു ജയിൽ. ഇടതൂർന്ന ദ്രവ്യങ്ങൾക്കുള്ളിൽ, ഖരത്തിനുള്ളിൽ അതിനെയാണ് രൂപകൽപ്പന ചെയ്തത്. അതിനായിട്ടാണ് മനുഷ്യ ശരീരങ്ങൾ രൂപകൽപ്പന. മനുഷ്യന്റെ കഷ്ടപ്പാട്, ആരാധന, ഭയം, ആത്മീയ ഊർജം എന്നിവയെ ആഹാരമാക്കുന്ന ആ ശക്തികൾ, യഥാർത്ഥ ദൈവീകതയുടെ വേഷം മാറി വന്നവർ, മനുഷ്യരാശിയുടെ മുഴുവൻ ഭക്തിയെയും മനുഷ്യരാശിയുടെ മുഴുവൻ ഭക്തിയെയും തങ്ങളിലേക്ക് നയിക്കുന്ന മതങ്ങളെ അവർ സൃഷ്ടിച്ചിരിക്കുന്നു, അവർ നിർമ്മിച്ചിരിക്കുന്നു. പലരും കണ്ടെത്തിയിട്ടുണ്ട്. പലരും കണ്ടെത്തിയിട്ടുണ്ട്. പേരൊന്നുമില്ല. പേരൊക്കെ ഒരു ഭാഷയ്ക്ക് അടിസ്ഥാനമായി ഉണ്ടാക്കിയതാണ് പേരുകളൊക്കെ. നിങ്ങൾക്ക് എന്ത് പേരും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പേരിലൊന്നും ഒരു കാര്യമില്ല. മനുഷ്യരാശിയുടെ മുഴുവൻ ഭക്തിയെയും തങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ അവർ നിർമ്മിച്ചു വച്ചിരിക്കുന്ന കീഴ്വണക്കത്തിന്റെയും ബാഹ്യമായ യാചന, ബാഹ്യമായ യാചന, കരഞ്ഞ് കാല് പിടിച്ചുള്ള യാചന, അതിൻ്റെ ഭാവമുള്ള പരമ്പരാഗതമായ പ്രാർത്ഥന. നിങ്ങളെ എല്ലാ കാലവും ആത്മീയമായ ഒരു ശിശുവായി നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തതാണ്. ഒരു ശിശു എന്നേന്നേക്കും ആശ്രിതരായും എന്നേന്നേക്കും ശക്തിയില്ലാത്തവരായും നിലനിർത്താൻ ഒരു വ്യവസ്ഥിതി രൂപകൽപ്പന ചെയ്തതാണിത്. അതിൽ നിന്ന് എസ്കേപ്പ് ആവാനാണ് പറഞ്ഞത്. കറക്റ്റ്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ശാസ്ത്രമാണതെല്ലാം.
ഒരു ഈഗോയും ഇല്ല. ആരെ റിമൂവ് ചെയ്യുകയുമില്ല. ഇവിടെ ഇപ്പൊ ഇവര് ഹോസ്റ്റുമാരൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കുഴപ്പമല്ല. നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി കഴിയുമ്പോൾ എന്തിനാണ് ഈ ശല്യം എന്ന് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഉം. നിങ്ങൾ എത്ര വേണമെങ്കിലും ശല്യപ്പെടുത്തിക്കോളി. നിങ്ങളുടെ അടുത്ത് വന്നതെല്ലാം പൂർണ്ണതയിൽ നിന്നും ഒരുപാട് ദൂതന്മാർ ഇത് പറഞ്ഞു തരാൻ വേണ്ടി വന്നു. മനുഷ്യരാശിയെ അവരുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് ഉണർത്താനും അത് പഠിപ്പിക്കാനും വേണ്ടി പലരും വന്നു. അവരെ പോലും പിടിച്ച് കൊന്നു കളഞ്ഞു. ഈ വന്നവരാരും ബാഹ്യമായ ദൈവങ്ങളുടെ അല്ലെങ്കിൽ ഈ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയുടെ ആരാധനകളെ കുറിച്ചല്ല പറഞ്ഞു തന്നത്. മറിച്ച് ഉള്ളിലുള്ള നിങ്ങളിലുള്ള സ്പാർക്കിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. അതായിരുന്നു അവരുടെ എല്ലാം ദൗത്യം. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ കണ്ടനാളിക്കരികിലാണ് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, നീ തന്നെയാണ് അത് എന്ന് അത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഇവരൊക്കെ പറഞ്ഞു തന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുമ്പോൾ നിങ്ങൾ അറിയപ്പെടും. നിങ്ങൾ എന്നെന്നും ജീവിക്കുന്ന പിതാവിന്റെ എന്നെന്നും ജീവിക്കുന്ന പുത്രന്മാരാണ്. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. ആ പുത്രന്മാരാണ് നിങ്ങൾ എന്ന സത്യം നിങ്ങൾ അറിയപ്പെടും. അത് മറിയമായിട്ടാണേലും യേശു ആയിട്ടാണേലും എങ്ങനെയായിട്ടാണ്, മുഹമ്മദ് നബി ആയിട്ടാണേലും ശ്രീകൃഷ്ണനായിട്ടാണേലും നിങ്ങൾ തിരിച്ചറിയും. അവരത് പറഞ്ഞു തരാൻ വന്നതാണ്. നിങ്ങളെല്ലാവരും ശിവനാണ്, ആദമാണ്. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഈ പ്രപഞ്ചത്തിലൂടെ നിങ്ങൾ കടന്നു പോവുമല്ല, ഈ പ്രപഞ്ചം നിങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇവര് സൃഷ്ടിച്ച ഒരു 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 ഇതിൽ നിങ്ങൾ നിൽക്കുകയാണ് ഇപ്പോഴും. ഒരു വിഭാഗം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമൻ സാമ്രാജ്യം ഉണ്ടാക്കിയ ഒരു 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 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പതിപ്പിന്റെ പിന്നിലാണുള്ളത്. മറ്റുള്ളവര് അബ്ബാസിദ് അമവി ഭരണകൂടം ഉണ്ടാക്കിയ ഒരു ഒരു പതിപ്പിന്റെ പിന്നിലാണുള്ളത്. ഒരു പതിപ്പ്. നേരിട്ട് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും സ്വയം വ്യക്തിപരമായി നേരിട്ട് ആ ദൈവീകതയെ അറിയുന്നതിൽ നിന്നും അവര് വളരെ തന്ത്രപരമായി അതിനെ മാറ്റിയെടുത്തു. അവരുടെ ഗ്രന്ഥങ്ങൾ കത്തിക്കപ്പെട്ടു. അവരുടെ ജ്ഞാനം ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ആ ജ്ഞാനികളെ അട്ടിപ്പഴിക്കപ്പെട്ടു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? സ്വന്തം ദൈവീകതയെ അറിയുന്ന ഒരു ജനതയെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളെ ആ നിയന്ത്രിക്കാൻ കഴിയില്ല. എല്ലാ കൺട്രോളും ദൈവീകത വച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഉറവിടവുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു ജനതയ്ക്ക് ഒരു ഒരു പുരോഹിതന്റെയോ സങ്കീർണമായ ശ്രേണികളുടെയോ സ്ഥാപനത്തിന്റെയോ അധികാരത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം അവർ അടച്ചു വെക്കൂലേ? ഇത്രയും തന്ത്രപരമായി ചെയ്യാമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നേരിട്ട് കണക്ട് ചെയ്യാനുള്ള മാർഗം കൂടി അവർ അടച്ചു വയ്ക്കില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. സകല നിരീശ്വരവാദവും സകല യുക്തിവാദവും ഉണ്ടായത് ഈ സിസ്റ്റത്തിൽ നിന്നാണ്. ആ സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ്. അവരതിനകത്ത് നോക്കുമ്പോൾ സത്യം കാണുന്നില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ അതിലോട്ട് നോക്കുമ്പോൾ ഒരു സത്യം കാണുന്നില്ല. പിന്നെ നിരീശ്വരവാദി ഉണ്ടാവാതിരിക്കോ? യുക്തിവാദി ഉണ്ടാവാതിരിക്കോ? അവരെല്ലാ പണിയും അതിനകത്ത് കിടന്ന് ആ സിസ്റ്റത്തിൽ കിടന്ന് പണിത് നോക്കിയിട്ടാണ് ഒരാൾ നിരീശ്വരവാദിയാണത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ചുമ്മാ എഴുന്നേറ്റ് അങ്ങോട്ട് ആവണതല്ല. ഭരണാധികാരികൾ എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ എല്ലാം നീക്കം ചെയ്യപ്പെട്ടെങ്കിലും മനഃപൂർവ്വം മുഖ്യധാരാ തിരുവെഴുത്തുകളിൽ നിന്ന് എല്ലാം നീക്കം ചെയ്യപ്പെട്ടെങ്കിലും അതിൻ്റെ ഛിന്ന ഭിന്നമായ ഭാഗങ്ങൾ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയുമുള്ളവർക്കായി തെളിഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ മറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. ഇത്രയും ഛിന്ന ഭിന്നമന്നമാക്കി ആ സത്യത്തെ ഇവർ നശിപ്പിച്ചെങ്കിലും കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും ഉള്ളവർക്കായി തെളിഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ അത് മറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മ അറിയുന്നത് ആ രഹസ്യമാണ്. ആ രഹസ്യത്തിന്റെ ഹൃദയത്തിലേട്ടാണ് നമ്മുടെ യാത്ര. നിങ്ങളെ ആത്മീയ പ്രയോഗത്തെക്കുറിച്ച് പഠിപ്പിച്ച എല്ലാത്തിൽ നിന്നും അടിസ്ഥാനപരമായി ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പരമ്പരാഗതമായ എല്ലാത്തിൽ നിന്നും ഇത് മനസ്സിലാക്കാൻ ആദ്യം നാം പരമ്പരാഗതമായ ആ ആ ഘടന തന്നെ പൊളിച്ചു മാറ്റണം. അത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് കാണണം. വേർപിരിയലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇടപാട് എന്താണ്? വേർപിരിയലിനെ അടിസ്ഥാനമാക്കിയുള്ള ഇടപാട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയാണ്, ഒരു അടിമയുടെ സ്ഥാനം. നിങ്ങളെ തന്നെ തീരെ താഴെയും ദൈവത്തെ ഏറ്റവും മുകളിലും. നിങ്ങളൊരു യാചകനാണ്, ഭിക്ഷക്കാരനാണ്, ആവശ്യമുള്ളവനാണ്. ദൈവം ദാതാവാണ്, വിധികർത്താവാണ്. നിങ്ങൾക്ക് അപേക്ഷ നൽകാം. നിരസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന വിദൂരമായ ഒരു അധികാരിയാണ്. നോ. നമുക്ക് വലിയ സ്നേഹമാണ്, ബഹുമാനമാണ്, എല്ലാമാണ്. നമുക്കത് കഴിഞ്ഞേ എന്തുമുള്ളൂ. പക്ഷേ നിങ്ങളെ അങ്ങനെ കാണാൻ യു ആർ നോട്ട് ബെഗേഴ്സ്. നിങ്ങളെ ഒരു ബെഗറായി കാണാൻ നിങ്ങളുടെ ഈശ്വരൻ ഇഷ്ടപ്പെടുന്നില്ല. യു ആർ നോട്ട് ബെഗേഴ്സ്. അവിടെ നിങ്ങൾ ധൈര്യസമേതം നിന്ന് സമൂഹത്തോട് പറയാൻ പഠിക്കണം, വി ആർ നോട്ട് ബെഗേഴ്സ്. പ്രാർത്ഥന എന്നാൽ യാചനയല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചോ എന്നാണ്, യാചിക്കാനല്ല. അത് നിങ്ങൾ സംവാദത്തിലാണ് ചോദിക്കേണ്ടത്, യാചനയോടുകൂടിയല്ല. ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക്? ഈ മുഴുവൻ ചട്ടക്കൂടും ദ്വൈതത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ്വൈതം മനസ്സിലായില്ലേ? ദ്വൈതം, അതായത് നീ അടിമ, മറ്റത്
ഉടമ. ദ്വൈതം, ദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാക്കുക. രണ്ടാക്കണ പണിയാണ് നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത്. സറണ്ടർ എന്നാൽ കീഴടങ്ങൽ എന്നാ അല്ല എന്ന് ഞാൻ 1000 വട്ടം ഇവിടെ എത്ര ദിവസമായി എല്ലാ ദിവസവും പറയുന്നുണ്ട്. കീഴടങ്ങലല്ല, കീഴടങ്ങലല്ല. എത്രയോ തവണ പറഞ്ഞു. സറണ്ടർ എന്നാൽ കീഴടങ്ങലല്ല. ആ സത്യത്തെ മനസ്സിലാക്കി എല്ലാം വിടലാണ്. ഈ തെറ്റുകളെ ദ്വൈതമായി വച്ചിരിക്കുന്ന ദ്വൈതത്തിനെ വിടലാണ്. അദ്വൈതത്തിലേക്ക് പോകലാണ്. അതാണ് സറണ്ടർ. നിങ്ങൾ വിചാരിച്ച തോക്ക് പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. അതല്ല, അല്ല, അല്ല. മറുവിഭാഗം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ദ്രവ്യബോധത്തിൽ നിന്നും വിട്ട് ഒന്നാണ് എന്ന ബോധത്തിലേക്ക് വരുന്നതാണ് സറണ്ടർ. നിങ്ങളും ദൈവീകതയും അടിസ്ഥാനപരമായി വേറിട്ട സത്തകളാണെന്ന വിശ്വാസം, അതാണ് മുഴുവൻ ചട്ടക്കൂട് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്, ദ്വൈതം. നിങ്ങൾ ശൂന്യതയിലേക്ക് നോക്കി സംസാരിക്കുന്നു, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല, രണ്ടും ഒന്നാണ്. നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്നു, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നു. ഇവയെല്ലാം വിനാശകരമായ ഒരു നുണയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയുമ്പോൾ വിനാശകരമായ, നിങ്ങളത് അറിയുന്നില്ല. പ്ലീസ് ഫോർ ഗീവ് മീ, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതെന്റെ അഭിപ്രായമാണ്. ഇതെന്റെ അഭിപ്രായമാണ്. സറണ്ടർ മീൻസ് കീഴടങ്ങൽ അല്ല. അത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ആ തത്വത്തിലേക്കുള്ള യോജിപ്പാണത്. സറണ്ടർ എന്നാൽ യോജിപ്പാണ്, യോഗമാണ്, യോഗയാണ്. ഇതെല്ലാം വിട്ടിട്ടാണ് സറണ്ടർ. ഇതെല്ലാം വിടുന്നതാണ് സറണ്ടർ. അഹങ്കാരത്തെ വിടുന്നതാണ് സറണ്ടർ. അഹങ്കാരം വിട്ടാ പിന്നെ സറണ്ടർ ആയില്ലേ? നിങ്ങൾ സിംബോളിക്കലി ചിന്തിച്ചു നോക്കുക. അഹങ്കാരം വിട്ടു കഴിഞ്ഞാൽ സറണ്ടർ ആയി. പൂർണ്ണമായും നിങ്ങൾ ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. സറണ്ടർ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. സറണ്ടർ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അഹങ്കാരമല്ലേ നമ്മളെ ശക്തമായി നിർത്തുന്നത്, അതിലേക്ക് യോജിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. നീയാണ് സത്യമെന്ന സത്യത്തിലേക്ക് യോജിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അഹങ്കാരാണ്. അഹങ്കാരം വിട്ടുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സറണ്ടറാണ്. ബോധപൂർവമുള്ള കുനിഞ്ഞു നിന്നുള്ള സറണ്ടർ അല്ല. കുനിഞ്ഞു നിന്നിട്ടുള്ള സറണ്ടർ അല്ല. കുനിഞ്ഞു നിന്നിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അല്ല. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്നു, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു, പ്ലീസ് ഫോർ ഗീവ് മീ എന്ന് പറയുന്നു, കരയുന്നു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു എന്ന് പറയുന്നു. ഇതെല്ലാം വിനാശകരമായ ഒരു കാര്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങൾ അപൂർണനും ശക്തിയില്ലാത്തവനും നിങ്ങൾ എന്തിനെയോ ആശ്രയിക്കുന്നവനുമാണ് എന്ന വ്യാജത്തെ. ഇതൊന്നും ഒന്നിലും തുടങ്ങിയതല്ല. സഹസ്രാബ്ദങ്ങളായി സൂക്ഷ്മ ശക്തികൾ ഈ വ്യവസ്ഥയെ പരിപൂർണമാക്കി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നലുണ്ടായിക്കൊണ്ടിരിക്കും.
നിങ്ങൾ ഭയത്തോടെയും ആവശ്യകതയോടെയും ആത്മീയമായി ചെറുതാണെന്ന വികാരത്തോടെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഊർജത്തിന്റെ ഒരു പ്രത്യേക ചുരുളി സൃഷ്ടിക്കുകയാണ്, ഒരു ആവർത്തി, ഒരു ലൂപ്പ്. ആ. ഉം. നല്ല നല്ലൊരു ഉദാഹരണം, പക്ഷെ ഞാനത് പറയുന്നില്ല. ഉം. ഞാനത് ഷറഫുദ്ദീൻ പറഞ്ഞ നല്ലൊരു ഉദാഹരണം, പക്ഷെ ഞാൻ അത് പറയുന്നില്ല. ഉം. അത് വ്യക്തികളെ വച്ചിട്ടായി പോലെ. ആത്മീയമായി ചെറുതാണെന്ന വികാരത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഊർജത്തിൻ്റെതായ പ്രത്യേക ഒരു 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 ആവർത്തി. അവർക്കൊരു മനുഷ്യ ശരീരം വേണം. അത് നിങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ആ സത്യം. പക്ഷേ മറ്റവർക്ക്, മറ്റുള്ളവർക്ക്, ഈ സൂക്ഷ്മ ശക്തികൾക്ക് ഒരു ഒരു മനുഷ്യ ശരീരം വേണം. സോ നിങ്ങൾ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്, യഥാർത്ഥ സ്ഥലത്തായിട്ട് കണക്ട് ചെയ്യാതെ. സ്വന്തമായി ജീവശക്തി സൃഷ്ടിക്കാൻ കഴിയാത്തവരാണ് അവർ. ജീവശക്തി സൃഷ്ടിക്കാൻ കഴിവുള്ള നിങ്ങളെ യൂസ് ചെയ്യുകയാണ് അവർ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്ക്. ഇത്രയും അഡ്വാൻസ്ഡ് അല്ലേ? അവർക്കൊരു മനുഷ്യ ശരീരം വേണം, കാരണം അവർക്ക് ജീവശക്തി ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. സോ നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത്രത്തോളം ശക്തമായി അവർ നിലനിൽക്കും. ഭൂതം, പ്രേതം, പിശാച് എല്ലാം നിലനിൽക്കും. നിങ്ങൾ എത്രത്തോളം ശക്തി അവർക്ക് കൊടുക്കുന്നു, അവർ നിലനിൽക്കും. അവരൊരിക്കലും സമർപ്പിതരാവില്ല. ദൈവീകമായ ആ സത്യം ഉള്ളവരിൽ നിന്ന് വേണം അവർക്ക് വിളവെടുക്കാൻ. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇത്തിൽ കണ്ണിക്ക് സ്വന്തമായി ഇതിനുള്ള ശക്തിയില്ല. അപ്പൊ ആരിൽ നിന്ന് എടുക്കും ഇത്തിൽ കണ്ണി? നിങ്ങളിൽ നിന്ന് എടുക്കും. നിങ്ങളിലാണ് ആ ജീവശക്തി ഉള്ളത്, നിങ്ങളിൽ നിന്നാണ്. എല്ലാത്തിലും പെടും. ജിന്നോ, ഭൂതം, പ്രേതം എല്ലാത്തിലും പെടും. ബ്രഹ്മരക്ഷസ് മുതൽ സകലതും പെടും. നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ഭയം, നിങ്ങളുടെ അയോഗ്യതാബോധം, അത് അവരുടെ ഫുഡാണ്. ഫുഡ്. നിങ്ങളുടെ എല്ലിൽ നിന്നാണ് അവരുടെ ഭക്ഷണം. നിങ്ങളുടെ നിങ്ങളുടെ എല്ലിൽ നിന്നാണ് അവരുടെ ഭക്ഷണം. നിങ്ങളുടെ ഭയം, നിങ്ങളുടെ അയോഗ്യതാബോധം, നിങ്ങളുടെ അവരുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നുള്ള ആരാധന, അതവർ വലിച്ചെടുക്കും. പരമ്പരാഗതമായ ഈ സംവിധാനം ഇത് ഉണക്കും, വീണ്ടും ജീവിക്കും, ഉണക്കും, വീണ്ടും ജീവിക്കും. ഇത് തന്നെ അവസ്ഥ. നിങ്ങൾ ആ പ്രിസണിൽ ഇട്ടിട്ട്, നിങ്ങൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ ശക്തി വലിച്ചെടുക്കാൻ വേണ്ടി ഒരു വലിയ പ്രസന്നകത്തിട്ടിട്ട് അവര് വീക്കാവുമ്പോൾ വീണ്ടും എന്തെങ്കിലും അവർക്ക് ഇത് കൊടുത്ത് വീണ്ടും ശക്തിപ്പെടുത്തും. നിങ്ങൾ മരം ഉണക്കി ഇല്ലാതായി കഴിയുമ്പോൾ വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കും. വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ കർമ്മങ്ങളാകട്ടെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കാൻ അതിന് ഫ്യൂവൽ ഇട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ഊർജത്തെ ഊറ്റി കുടിക്കുന്ന ആളുകൾ. നിങ്ങൾ സിനിമയിലെ കണ്ടിട്ടില്ലേ, ഒരു ഈ പ്രേതം ജീവിക്കണ എങ്ങനെയാ? മറ്റുള്ളവരുടെ കഴുത്തിൽ ചോര കുടിച്ചിട്ടല്ലേ? ആ സെയിം സെയിം. വീണ്ടും വീണ്ടും ജീവിക്കുന്നു, വീണ്ടും ചോര കുടിച്ച് അവർ ശക്തിപ്പെടുന്നു. അത് സിംബോളിക് ആയിട്ട് വരുന്ന സിനിമയും കഥകളൊക്കെ, പ്രേതത്തിന്റെ കഥകളൊക്കെ, അത് അത് സത്യമാണത്. അത് വേറെ രീതിയിലാണ് വരുന്നതെന്ന് മാത്രം. ദൈവീകതയായി വേഷം മാറിയ സത്തകൾക്ക് നിങ്ങളുടെ ശക്തി നിങ്ങൾ നിരന്തരം വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചറിയാതെ. അത് പല രൂപത്തിലുണ്ട്, പല ഭാവത്തിലുണ്ട്. നമ്മുടെ ഈ ഒരു സിസ്റ്റം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വേർപിരിയലിനെ അടിസ്ഥാനമാക്കി ഉള്ളതല്ല. അതൊക്കെ ഉപയോഗിച്ച് ചികിത്സകളും പലതും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഈ സിസ്റ്റം
വേർപിരിയലിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് തിരിച്ചറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതൊരു അപേക്ഷയല്ല. നമ്മൾ ഇവിടെ ഒരു അപേക്ഷയില്ല, മറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു ഓർമ്മ. വേർപിരിയലില്ല എന്ന സത്യം. വേർപിരിഞ്ഞിട്ടില്ല, അവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ അത്ഭുതങ്ങളെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ കണക്ടിവിറ്റിയിലൂടെയാണ്. അതാണ് കണക്ഷൻ. നിങ്ങൾ ഈ ഒരു പ്രോസസ്സും ഈ ഒരു പ്രവൃത്തിയും ഈ തിരിച്ചറിവും നിങ്ങൾ നേടുമ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള ഒന്നിനോടല്ല സംസാരിക്കുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ ദൈവം എവിടെയാണ്? നിങ്ങൾ പുറത്തുള്ള ഒന്നിനോടും സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇതിനകം ആരാണോ അതിലേട്ട് നിങ്ങൾ ഉണരുകയാണ്. ആ വെള്ളത്തുള്ളിയിലേട്ട്, സമുദ്രത്തിന്റെ ആ തിരമാലയിലേട്ട് നിങ്ങൾ ഉണരുകയാണ്. ആ സമുദ്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് പങ്കുചേർക്കലല്ല, അത് തിരിച്ചറിവാണ്. നിങ്ങളെ പിടിച്ചോട്ടെ, നിങ്ങളെ കൊന്നു കളഞ്ഞോട്ടെ, നിങ്ങളെ ഇല്ലായ്മ ചെയ്തോട്ടെ, കഴുത്തു വെട്ടിക്കോട്ടെ, കൈകൾ പോയിക്കോട്ടെ, ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതാണ് അന്ന് പറഞ്ഞത്. കണ്ണടച്ച് നിൽക്കുമ്പോ അമ്പൂരിയ പോലും മനസ്സിലാവില്ല. അമ്പൂരിയാലും മനസ്സിലാവില്ല. നിന്റെ തല വെട്ടിയാൽ പോലും നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകില്ല. മനസ്സിൽ ആകില്ല. എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ നിങ്ങൾക്ക്. അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. ന്യായമായ രീതിയിൽ മറ്റൊരാത്മാവിനെ വേദനിപ്പിക്കാതെ എന്തും ചെയ്യാം. കാരണം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും അതേ ശക്തിയാണെന്ന് മനസ്സിലാക്കണം. അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന സകലരും, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യ, ഇനി മന്ദബുദ്ധിയായ ഒരു കുട്ടിയുണ്ട്, ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ ആ ശക്തിയാണ്. മാനസികാസ്വാസം. ആ കുട്ടിയെ അതുപോലെ നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങളുടെ ഭാര്യയെ അതുപോലെ റെസ്പെക്ട് ചെയ്യണം. നിങ്ങളുടെ മക്കളെ അതുപോലെ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെടണം. നിങ്ങളെ പോലെ തന്നെ പുറത്തുള്ള ഒരാളെയും അതുപോലെ തന്നെ സ്നേഹിക്കണം, അതുപോലെ തന്നെ ഇഷ്ടപ്പെടണം. നിങ്ങൾ മനസ്സിലാക്കണം, ആ വ്യാജമായ, ആ കുഴച്ചുണ്ടാക്കിയ ആ ദൈവത്തിന്റെ സൃഷ്ടിയല്ല നിങ്ങൾ. നിങ്ങളുടെ ഭൗതിക ശരീരം ചിലപ്പോ അങ്ങനെ ഉണ്ടായതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യം, നിങ്ങൾക്ക് നൽകുന്ന ഈ ബോധം, നിങ്ങൾ ഇപ്പോൾ ഈ കേൾക്കുന്ന അവബോധം, അത് ആ ശരീരമല്ല. ആ ശരീരമല്ല. അല്ല. അത് ആ സത്യത്തിന്റെ ഒരു അംശമാണ്. ഇത് പറയുമ്പോ പ്രാന്താണോ, വല്ല അടിക്കോ, ഇതൊക്കെ നിങ്ങൾ ചോദിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. ഒന്നും കാര്യമില്ല. ശരിക്കും ശ്രദ്ധയോടുകൂടി കേട്ടു നോക്ക്. അപ്പൊ അതെല്ലാം അടിക്കുന്നതിനേക്കാൾ വലിയ കിക്ക് കിട്ടും. മനസ്സിലായില്ലേ? ശരിക്ക് ശ്രദ്ധിച്ച് കുത്തിയിരുന്ന് കേട്ടു നോക്ക്. നീ ആരാണെന്ന് സത്യം നിനക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഭൗതിക ശരീരമല്ല ഏ എന്നൊക്കെ മനസ്സിലാവും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. ഭ്രാന്താണെന്ന് ചിന്തിക്കാം, എന്തെങ്കിലും അടിച്ചിട്ട് സംസാരിക്കുന്നതാണോ ചിന്തിക്കാം, എങ്ങനെ ചിന്തിക്കാം. എനിക്ക് ഇത് 24 hours ഇതാ, പിന്നെ പ്രശ്നമില്ലല്ലോ. സമുദ്രത്തെയും ഒരൊറ്റ തിരമാലയും സങ്കല്പിക്കുക. തിരമാല വേറിട്ടതായി തോന്നിയേക്കാം. അതിന് അതിൻ്റെതായ രൂപമുണ്ട്, ചലനമുണ്ട്, അതിൻ്റെതായ താൽക്കാലികമായ ഒരു ഐഡന്റിറ്റിയും ഉണ്ട്. എന്നാൽ തിരമാല സമുദ്രത്തിൽ നിന്നും വേറിട്ടതല്ല. വേറിട്ടതല്ല. ഒരു പ്രത്യേക രീതിയിൽ സ്വയം പ്രകടിപ്പിക്കുന്ന സമുദ്രം തന്നെയാണത്. ആ തിരമാല
ജലത്തിന്റെ ഓരോ തന്മാത്രയും സമുദ്രജലം തന്നെയാണ്. ഓരോ അണുവും. പേടിയുണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളത് ചെയ്യണം. ഒന്നും ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നും ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ആചാര അനുഷ്ഠാവവും ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ബോധ്യമായതെന്തോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണോ ബോധ്യമായത് അത് നിങ്ങൾ ചെയ്യണം. സമുദ്രജലം നിലനിൽക്കാൻ വേണ്ടി അനുവാദത്തിനായി തിരമാല സമുദ്രത്തോട് പ്രാർത്ഥിക്കേണ്ടതില്ല. അത് നിലനിൽക്കും. ഒന്നിനും വേണ്ടി സമുദ്രത്തോട് യാചിക്കേണ്ടതില്ല. അത് ഇതിനകം തന്നെ ഒരു തിരമാലയായി സ്വയം അനുഭവിക്കുന്ന ഒരു സമുദ്രമാണ്. ഇതാണ് നിങ്ങളുടെ ബന്ധം. ഇതാണ് നിങ്ങളുടെ ബന്ധം. മനസ്സിലായില്ലേ? ഇതാണ് നിങ്ങളും ആ ദൈവവും തമ്മിലുള്ള ബന്ധം. സ്വന്തം ഉറവിടത്തെ തിരിച്ചറിയുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക്. ബന്ധം എന്താന്ന് വെച്ചാൽ അതാണ് ബന്ധം. വെളിച്ചവും ഇരുട്ടും ജീവനും മരണവും വലതും ഇടതും ഒന്ന് മറ്റൊന്നിന്റെ സഹോദരങ്ങളാണ്. ഇവ വേർതിരിക്കാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ നന്മ നന്മയല്ല, തിന്മ തിന്മയല്ല, ജീവൻ ജീവനുമല്ല, മരണം മരണവുമല്ല. ഇത് സത്യമാണ്. ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന സത്യം. എല്ലാ വിരുദ്ധതകളും അലിഞ്ഞു ചേരുന്ന ഒരു അവബോധാവസ്ഥ. അവിടെയാണ് നിങ്ങൾക്ക് ഏകീകൃത മണ്ഡലത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് യേശു പറഞ്ഞതാണ്. വെളിച്ചവും ഇരുട്ടും ജീവനും മരണവും വലതും ഇടതും ഒന്ന്. ഫിലിപ്പോസിന്റെ സുവിശേഷത്തിൽ ഒന്ന് മറ്റൊന്നിന്റെ സഹോദരങ്ങളാണ്. അവ വേർതിരിക്കാനാവാത്തത്. മനസ്സിലായേ? ഉം. ശ്രമിച്ചു നോക്കുക മനസ്സിലാക്കാൻ കേട്ടോ. മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല. ആരിലും ഇത് അടിച്ചേൽപ്പിക്കാനും കഴിയില്ല. എല്ലാവർക്കും അവരവരുടെ വഴി.